കുറച്ച് കോഴികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് നമ്മളെ തീറ്റ വന്നിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോഴികൾക്ക് ഞാൻ കൊടുക്കുന്ന ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, കോഴികൾക്ക് കൊടുക്കാനുള്ള ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ തീറ്റ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമായി എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു മിക്സഡ് തീറ്റയാണ്. ഈ ഒരു മിക്സഡ് തീറ്റ ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ നമ്മളെ ചാനൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സഡ് തീറ്റയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ചോളനുറുക്ക്, ചോളത്തവിട്, അങ്ങനത്തെ പലതരം തവിടുകളും ഒക്കെ അടങ്ങിയ ഒരു തീറ്റയാണിത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ തീറ്റ ഉണ്ടാക്കുന്നത് നമ്മളൊരു ചാനലിൽ കണ്ടതാണ്, യൂട്യൂബ് ചാനലിൽ. അത് ഏത് ചാനലാണെന്ന് വെച്ചാൽ നമ്മൾ തനിനാടൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ ഈ ഒരു ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ തീറ്റ ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. ഈ ഒരു ജ്യൂസിലാണ് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയത് കോഴികൾക്കുള്ള. ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ പോയി കാണുക. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ട ആ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ രണ്ട് കേട് വന്നത് കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് മത്തന്, കുമ്പളം എന്നൊക്കെ പറയുന്ന ഐറ്റമാണ്. ഇതിന് കേട് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയും ഉണ്ട് കേട്ടോ. ഇതും കേട് വന്നത് തന്നെയാണ്. ഇവിടെ കേട് വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ഇതൊക്കെ നമുക്കിനി ചെറുതാക്കി കഷ്ണമാക്കണം. എന്നിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അരിക്കാട് ചെയ്യുക. അപ്പോൾ നമുക്കിതൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ അതായത് ഫുൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ മിക്സിയിൽ അരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല, നമുക്ക് എന്ത് കേടുവന്ന പച്ചക്കറിയും എടുക്കാം. പിന്നെ ഈ ഒരു മത്തനിലും പിന്നെ ഈ ഒരു തക്കാളിയിലൊക്കെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേടുവന്ന് എടുത്തത്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇടണം. ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മൾ അരച്ചെടുത്താൽ നമ്മൾ ഒരു നേരത്തേക്ക് തീറ്റ കൊടുക്കാനുള്ളതേ ഉണ്ടാവും കേട്ടോ, അതിൽ മിക്സ് ചെയ്യാനുള്ളതേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായി അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു തക്കാളിയുടെ കഷ്ണങ്ങളും പിന്നെ ആ ഒരു മത്തൻ കഷ്ണങ്ങളും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായി അരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് അരിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിരുന്നുണ്ട് കേട്ടോ. അരിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫൈബർ കണ്ടൻറ്റുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയത്. ഫ്രണ്ട്സ്, നമുക്ക് കേടുവന്ന പച്ചക്കറികളൊക്കെ കടയിൽ നിന്ന് കിട്ടും കേട്ടോ. അതിന് പൈസയൊന്നും കൊടുക്കേണ്ട. അങ്ങനെ ഉണ്ടാക്കിയാണ് നമുക്ക് ഈ ഒരു ജ്യൂസ്. കേടുവന്ന പച്ചക്കറികളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് നമുക്ക് ഈ ഒരു മിക്സഡ് തീറ്റയിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ആക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാൻ പറ്റും, നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ജ്യൂസും പിന്നെ ഈ ഒരു മിക്സഡ് തീറ്റയും തമ്മിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് നമ്മളെ കോഴികൾക്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ വൈകുന്നേരമായിട്ട് ഈ ഒരു തീറ്റ കൊടുക്കാൻ പോകുന്നത്. കോഴികളൊക്കെ ഇങ്ങനെ സൈഡിൽ കയറിയിട്ടുണ്ട്. മഴ ഇവിടെ ചെറുതായി പെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, കുറച്ച് കോഴികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് നമ്മളെ തീറ്റ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, ഇതപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ എപ്പോഴും പെയ്യുന്നുണ്ട്. നമ്മൾ തീറ്റ തീരാനായിട്ട് ബാക്കിയുള്ളവർക്കും കുറച്ച് പേർക്കും കൂടി കൊടുക്കാനുണ്ട്. അതിനൊക്കെ അങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, കോഴികൾക്ക്
കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ ഈ ഒരു ഇൻട്രോവും വൈൻഡപ്പൊക്കെ ചെയ്യുന്നത്. നല്ല മഴയും ഇരുടൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പിറ്റേ ദിവസം എടുക്കാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കോഴികൾ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.